ഹലോ ഫ്രണ്ട്സ്, കൊറോണ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ IT ഇൻഫ്രാസ്ട്രക്ചർ പരിശീലനത്തിലേക്ക് സ്വാഗതം. കമ്പ്യൂട്ടർ അസംബ്ലിംഗ്, ടെസ്റ്റിംഗ്, ക്വാളിറ്റി കൺട്രോൾ, ബയോസിനെ കുറിച്ചുള്ള അടിസ്ഥാന ആശയങ്ങൾ ഇവിടം വരെ നമ്മൾ എത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് അസംബിൾ ചെയ്ത് കമ്പ്യൂട്ടർ ഓൺ ചെയ്യാം അല്ലേ? ഒരു കമ്പ്യൂട്ടർ ഓൺ ചെയ്യാൻ ഇത്ര അറിയേണ്ട കാര്യമൊന്നുമില്ല. കമ്പ്യൂട്ടർ ഓൺ ചെയ്തുകൊണ്ടാണല്ലോ നിങ്ങളിപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സിസ്റ്റം ഓൺ ചെയ്യാൻ പഠിപ്പിക്കുകയല്ല ക്ലാസ്സിൻ്റെ ഉദ്ദേശം. പക്ഷേ ഒരു സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു എന്നറിയാണ് വേണ്ടത്. നമ്മൾ രണ്ട് വാക്കാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്: പവർ ഓൺ, സെൽഫ് ടെസ്റ്റ് ആൻഡ് ബൂട്ടിംഗ്. പൊതുവെ ഈ രണ്ട് വാക്കിനെയും ഇന്റർചേഞ്ചബിൾ ആയിട്ടാണ് ആളുകൾ ഉപയോഗിക്കാറ്. ബൂട്ടിംഗ് എന്ന വാക്കിന് പകരം പവർ ഓൺ സെൽഫ് ടെസ്റ്റ് അഥവാ പോസ്റ്റ് എന്ന വാക്കോ, അല്ലെങ്കിൽ പോസ്റ്റ് എന്ന വാക്കിന് പകരം ബൂട്ടിംഗ് എന്ന വാക്കോ ഉപയോഗിക്കാറുണ്ട്. പല സാഹചര്യങ്ങളിലും എൻ്റെ കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യുന്നില്ല എന്ന് ജനറൽ കസ്റ്റമേഴ്സും സപ്പോർട്ട് എഞ്ചിനീയേഴ്സും ഒക്കെ പറയാറുണ്ട്. ഈ ബൂട്ടിംഗ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, പവർ ഓൺ സെൽഫ് ടെസ്റ്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ഒരു ഡെസ്ക്ടോപ്പാണ്. ഈ ഡെസ്ക്ടോപ്പ് സിസ്റ്റത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുന്ന ഒരു പവർ സ്വിച്ച് ഉണ്ട്. പവർ സ്വിച്ചിനെ കുറിച്ച് നമുക്ക് ധാരണയുണ്ട്. പവർ സ്വിച്ച് നമ്മുടെ മദർ ബോർഡിലെ ഏത് ഭാഗത്താണ് കണക്ട് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ഇല്ലേ? ആ പിന്നുകൾ ഉൾപ്പെടെയുള്ള പോർഷൻസ് ഓർമ്മയുണ്ടല്ലോ. ആ സെക്ഷൻ നോക്കിയിട്ടില്ലാത്തവർ IT-fundamentals.in എന്ന വെബ്സൈറ്റിൽ തന്നെയുള്ള കമ്പ്യൂട്ടർ അസംബ്ലിങ്ങിൻ്റെ പൂർണ്ണമായൊരു വീഡിയോ ഉണ്ട്, അതുകൂടെ കാണുക. അതിനുശേഷം ഈ ഒരു സെഷനിലേക്ക് തിരിച്ചു വരിക. ഏതായാലും ഈ അസംബിൾഡ് സിസ്റ്റത്തെ ടേൺ ഓൺ ചെയ്ത് തുടർന്ന് എന്തൊക്കെ സംഭവിക്കും എന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഈ ബട്ടൺ പുഷ് ചെയ്യുമ്പോൾ ശരിക്കും എന്താ സംഭവിക്കുന്നത്? ബട്ടൺ പുഷ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, ഇവിടെ മദർ ബോർഡിലുള്ള രണ്ട് പിന്നുകൾ തമ്മിൽ ഷോർട്ട് സർക്യൂട്ട് ആകുകയാണ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന അടിസ്ഥാന പ്രക്രിയകളിലൊന്നാണ് പവർ ഓൺ സെൽഫ് ടെസ്റ്റ് അഥവാ പോസ്റ്റ്. ഈ പോസ്റ്റ് കണ്ടക്ഷൻ എന്ന പ്രോസസ്സ് എന്താണ്, അതിന്റെ പുറകിലുള്ള സാങ്കേതിക കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു കമ്പ്യൂട്ടർ പവർ ഓൺ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കുറേ സീരീസ് ഓഫ് പ്രോസസ്സുകളുണ്ട്. അതിന്റെ പല തലങ്ങളിലുള്ള ടെസ്റ്റിംഗ്, ഓരോ ഉപകരണങ്ങളുടെ ഫംഗ്ഷനാലിറ്റി ഉറപ്പുവരുത്തൽ, തുടർന്ന് കമ്പ്യൂട്ടറിനെ ഓണാക്കൽ ഉൾപ്പെടെയുള്ള ഘട്ടങ്ങൾ. ഈ ഘട്ടങ്ങളെല്ലാം കൂടെ ചേർത്ത് നമ്മൾ പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്നാണ് വിളിക്കുക. പവർ ഓൺ സെൽഫ് ടെസ്റ്റ് ഒരു ചെറിയ പ്രോഗ്രാമാണ്. എല്ലാ തവണയും കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ വർക്ക് ചെയ്യേണ്ട ഒരു ചെറിയ പ്രോഗ്രാം. ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളെ നമ്മൾ റുട്ടീൻസ് എന്ന് വിളിക്കും. പോസ്റ്റ് റുട്ടീൻ എന്ന പ്രോഗ്രാം സേവ് ചെയ്തിരിക്കുന്നത് എവിടെയായിരിക്കും? നമുക്ക് നേരത്തെ ബയോസിനെ കുറിച്ചുള്ള ഡിസ്കഷനിൽ കൂടെ കിട്ടിയ ഒരു അറിവുണ്ട്. നിങ്ങളുടെ ഫേംവെയർ പ്രോഗ്രാമുകൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ബയോസിലാണ്. അപ്പോൾ പോസ്റ്റ് റുട്ടീൻ എന്ന് പറയുന്നത് ബയോസിന്റെ തന്നെ ഭാഗമാണ്. ബയോസിൽ ഒരു പ്രത്യേക ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നതാണ് പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്ന പ്രോഗ്രാം. സാങ്കേതിക ഭാഷയെ പറഞ്ഞാൽ FFF:0 എന്ന മെമ്മറി അഡ്രസ് ലൊക്കേഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന, ആ ലൊക്കേഷൻ മുതൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമിന്റെ ഒരു ചെറിയ കൂട്ടമാണ് പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. ഇത് കൊച്ചു കൊച്ചു പ്രോഗ്രാമുകളുടെ ഒരു കളക്ഷനാണ്. ഈ പ്രോഗ്രാമുകൾ ഓരോന്നും ചെറിയ ചെറിയ സാങ്കേതികപരമായ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാനും പ്രവർത്തിപ്പിച്ച് നോക്കാനും കേപ്പബിളായ പ്രോഗ്രാമുകളാണ്. അപ്പോൾ ഇത്തരം പ്രോഗ്രാമുകൾ, ഈ സീരീസ് ഓഫ് പ്രോഗ്രാമുകൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ മൈക്രോ പ്രോസസ്സറാണ്. So we can say microprocessor with the help of the BIOS chip will initiate the process called power on self test. മൈക്രോപ്രോസസർ നിങ്ങളുടെ BIOS ചിപ്പിന്റെ സഹായത്തോടെ പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്ന പ്രക്രിയ ഇനിഷ്യേറ്റ് ചെയ്യുന്നു. ഇത് നിങ്ങളുടെ ഏത് തരത്തിലുള്ള ഉപകരണങ്ങൾ ഓൺ ചെയ്യുമ്പോഴും സംഭവിക്കുന്ന അടിസ്ഥാന പ്രക്രിയയാണ്. പവർ ഓൺ സെൽഫ് ടെസ്റ്റിന്റെ ഒരു ചിപ്പ് ലെവൽ അനാലിസിസ് അല്ല നമ്മൾ നടത്തുന്നത്. അതായത് ഈ തുടക്ക ക്ലാസ്സിൽ എന്തായാലും നമുക്ക് മദർ ബോർഡിലെ ഈച്ച് ആൻഡ് എവരി സിഗ്നൽ ലെവൽ എന്ത് സംഭവിക്കുന്നു, പവർ ഓൺ സെൽഫ് ടെസ്റ്റിൽ അത് എത്രത്തോളം ഓരോ ഘട്ടത്തിൽ എന്താണ് നടക്കുന്നത് പോലുള്ള കാര്യങ്ങൾ പറയുന്നത് എളുപ്പമല്ല. തൽക്കാലം പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്നൊരു പ്രോഗ്രാമാണെന്നും അത് ബയോസിൽ നിന്ന് റൺ ചെയ്യുന്നതാണെന്നും മൈക്രോ പ്രോസസ്സറാണ് പവർ ഓൺ സെൽഫ് ടെസ്റ്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. ഈ പവർ ഓൺ സെൽഫ് ടെസ്റ്റിൽ മദർ ബോർഡിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഓരോ കമ്പോണന്റുകളായി ടെസ്റ്റ് ചെയ്ത് ഒരു പ്രത്യേക ഘട്ടം എത്തുമ്പോൾ നിങ്ങളുടെ ഡിസ്പ്ലേ കൺട്രോളറിനെ ടെസ്റ്റ് ചെയ്യും. ഡിസ്പ്ലേ കൺട്രോളർ ടെസ്റ്റ് ചെയ്യുന്ന ഘട്ടം മുതൽ നമുക്ക് സ്ക്രീനിലേക്ക് കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ പലപ്പോഴും ഒരു യൂസറെ സംബന്ധിച്ച് പവർ ഓൺ സെൽഫ് ടെസ്റ്റ് സക്സസ്ഫുൾ ആണ് എന്ന് യൂസർ ധരിക്കുന്നത് സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ വന്നു കഴിയുമ്പോഴാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിന് ഒരു സ്പീക്കർ അഥവാ ബസർ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ഭംഗിയാണെങ്കിൽ ഒരു സിംഗിൾ ബീപ്പ് കേൾക്കാം. മെമ്മറി അടക്കമുള്ള ഘടകഭാഗങ്ങൾ ഏതെങ്കിലും ആബ്സെന്റ് ആണെങ്കിൽ ലോങ് ബീപ്പുകൾ പലതും, എറർ ബീപ്പുകൾ എന്നറിയപ്പെടുന്ന ബീപ്പുകൾ നമുക്ക് കേൾക്കാൻ പറ്റും. എന്തായാലും ഈ സിംഗിൾ ബീപ്പ് കേൾക്കുകയും തുടർന്ന് സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ വരികയും ചെയ്യുന്ന അവസ്ഥ എത്തിക്കഴിയുമ്പോൾ കസ്റ്റമറുടെ ഭാഷയിൽ നമ്മൾ പവർ ഓൺ സെൽഫ് ടെസ്റ്റ് കംപ്ലീറ്റ് ആയി എന്ന് പറയും. പവർ ഓൺ സെൽഫ് ടെസ്റ്റ് കഴിഞ്ഞിരിക്കുന്ന അടുത്ത സീരീസ് ഓഫ് പ്രോഗ്രാമുകൾ ഇരിക്കുന്നത് ബയോസിൽ തന്നെയാണ്. ആ പ്രോഗ്രാമിനെ നമ്മൾ ബൂട്ട്സ്ട്രാപ്പ് ലോഡർ അഥവാ BSL എന്ന് വിളിക്കും. BSL വളരെ ലളിതമായ ഒരു പ്രോഗ്രാമാണ്. അതിന് വളരെ ചെറിയൊരു കാര്യം മാത്രമേ അറിയുള്ളൂ. അത് കൃത്യമായിട്ട് ആ കാര്യം ചെയ്യുകയും ചെയ്യും. അതായത് നിങ്ങളുടെ ഹാർഡ് ഡിസ്ക് അടക്കമുള്ള സെക്കൻഡറി സ്റ്റോറേജ് മീഡിയങ്ങൾ
എവിടെയാണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇരിക്കുന്നതെന്ന് തിരിച്ചറിയാനും അതിനെ ലോഡ് ചെയ്യാനും മാത്രം കഴിയുന്ന ഒരു പ്രോഗ്രാമാണ് ബൂട്ട്സ്ട്രാപ്പ് ലോഡർ. അപ്പോൾ ബൂട്ട്സ്ട്രാപ്പ് ലോഡർ എന്ന പ്രോഗ്രാം സക്സസ്ഫുള്ളി ഇനിഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സെക്കൻഡറി സ്റ്റോറേജ് ആയ ഹാർഡ് ഡിസ്ക്, CD ഡ്രൈവ് അടക്കമുള്ള മീഡിയങ്ങളിൽ പോയി ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രസൻസ് ചെക്ക് ചെയ്യും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവിടെ ഉണ്ടെങ്കിൽ അത് ലോഡ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ബൂട്ട്സ്ട്രാപ്പ് ലോഡർ വഴി ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്ന പ്രക്രിയയാണ് അടുത്തത്. ബൂട്ട്സ്ട്രാപ്പ് ലോഡർ പ്രോപ്പർ വേ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്കിലിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിന്റെ റാമിലേക്ക് ലോഡ് ചെയ്യപ്പെടും. അപ്പോൾ ബൂട്ടിംഗ് എന്ന പ്രക്രിയ നമുക്ക് പരിചയമുണ്ട്. ഈ വാക്ക് നമുക്ക് മുമ്പേ പരിചയമുള്ളതാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയലുകൾ സെക്കൻഡറി സ്റ്റോറേജ് ആയ ഹാർഡ് ഡിസ്ക്, ഒപ്റ്റിക്കൽ ഡ്രൈവ് ഉൾപ്പെടെയുള്ള മീഡിയങ്ങളിൽ നിന്ന് നിങ്ങളുടെ സിസ്റ്റത്തിന്റെ പ്രൈമറി മെമ്മറി അഥവാ റാമിലേക്ക് എത്തുന്ന പ്രക്രിയയാണ് നമ്മൾ ബൂട്ടിംഗ് എന്ന് വിളിക്കുന്നത്. ഈ ബൂട്ടിംഗ് എന്ന പ്രോസസ്സ്, ബൂട്ടിംഗ് എന്ന് വിളിക്കാൻ കാര്യം, നമ്മൾ ബൂട്ടിങ്ങിന് എന്തുകൊണ്ട് ബൂട്ടിംഗ് എന്ന് വിളിക്കുന്നു എന്ന് മുമ്പൊരു വീഡിയോ ചർച്ചയിൽ നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട്. അത് itfundamentals.in എന്ന വെബ്സൈറ്റിൽ തന്നെ കിടപ്പുണ്ട്. അതൊന്ന് കണ്ടു നോക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ആ ബൂട്ടിംഗ് എന്ന പ്രക്രിയയെ, ആ പേര് വരാനുള്ള കാര്യം എന്തും താല്പര്യമുള്ളവർക്ക് അതൊന്ന് അറിയുന്നത് നല്ലതായിരിക്കും. അതിന്റെ ലിങ്കുകൾ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, ഈ വെബ്സൈറ്റിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യുക. എന്തായാലും നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ ഒന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. പവർ ഓൺ സെൽഫ് ടെസ്റ്റ് നടക്കുക, തുടർന്ന് ബൂട്ടിംഗ് പ്രക്രിയ നടക്കുക, ഇത്തരം കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ഉറപ്പുവരുത്താം. എന്നിട്ട് നമുക്ക് അതിന്റെ ബയോസ് പോലുള്ള കാര്യങ്ങളിലേക്ക് നോക്കുകയും ചെയ്യാം. അപ്പം ഞാൻ ചെയ്തത് എൻ്റെ കമ്പ്യൂട്ടറിന്റെ പവർ സ്വിച്ച് പ്രസ് ചെയ്യാണ്. ആൻഡ് ആഫ്റ്റർ എ വൈൽ നിങ്ങൾ ഇന്റൽ ഒരു സ്പ്ലാഷ് സ്ക്രീൻ എന്നറിയപ്പെടുന്ന ഒരു ലോഗോ നമുക്ക് അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ എനിക്ക് അഡീഷണൽ കുറച്ച് കാര്യങ്ങളൂടെ കാണാം. ബയോ സെറ്റിംഗ്സിന് F2 പ്രസ് ചെയ്യുക തുടങ്ങിയ മെസ്സേജസ് അവിടെ വരുന്നുണ്ട്. അപ്പം ഞാൻ F2 പ്രസ് ചെയ്യാതെ ഇഗ്നോർ ചെയ്തുകൊണ്ട് തുടർന്ന് പോയാൽ എൻ്റെ കമ്പ്യൂട്ടർ അതിൻ്റെ ബൂട്ട്സ്ട്രാപ്പ് ലോഡർ വഴി കമ്പ്യൂട്ടറിനെ ബൂട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തും. നിലവിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ അത് ലോഡ് ചെയ്യാനുള്ള ശ്രമം നടക്കും. എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പ്യൂട്ടറിലേക്ക് ലോഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഹാർഡ് ഡിസ്ക് പ്രിപ്പറേഷൻ നടത്തുക, മറ്റ് പ്രക്രിയകളെല്ലാം നമ്മൾ പുറകെ ചർച്ച ചെയ്യാനിരിക്കുന്നേ ഉള്ളൂ. നിലവിൽ എൻ്റെ കമ്പ്യൂട്ടറിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ളതുകൊണ്ട് അത് അവിടെ ബൂട്ട് ചെയ്തോട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ ലെറ്റ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബി അപ്പ് ആൻഡ് റണ്ണിങ്. ഇപ്പോൾ നോർമൽ വേയിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ വേഗതയും അതിൽ ലോഡ് ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ വലിപ്പം അനുസരിച്ച് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്ക്രീനിലേക്ക് ലോഡ് ആവും. അപ്പോൾ സ്ക്രീനിലേക്ക് എത്തുകയും നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഡെസ്ക്ടോപ്പിലേക്ക് എത്തുകയും ചെയ്തതിനർത്ഥം ബൂട്ടിംഗ് എന്ന പ്രക്രിയ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഓർക്കുക, പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്നത് മദർ ബോർഡ് തലത്തിൽ നടക്കുന്ന ഒരു ടെക്നിക്കൽ പ്രോസസ്സാണ്, ഒരു ടെസ്റ്റിംഗ് പ്രോസസ്സാണ്. എന്നാൽ ബൂട്ടിംഗ് എന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെക്കൻഡറി സ്റ്റോറേജിൽ നിന്ന് പ്രൈമറി മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ ബൂട്ടിംഗ് ആൻഡ് പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്ന രണ്ട് വാക്കുകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.